ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഈ വീഡിയോ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ ഡോക്ടർ സലീം അലിയുടെ ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിംഗ് ഇൻ ഇന്ത്യ എന്ന ആർട്ടിക്കിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റെല്ലാ പ്രവർത്തനങ്ങളുമടങ്ങിയതാണ്. നിങ്ങൾ ടീച്ചിംഗ്ലീഷിന്റെ ചാനലിലെത്തുന്നത് ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്കെത്തിക്കുകയും ചെയ്യുമല്ലോ. നാം ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. While we read A. What is special about ornithology? ഓർണിത്തോളജിയുടെ പ്രത്യേകത എന്താണ്? ആൻസർ. Ornithology is a peaceful activity. ഓർണിത്തോളജി ഒരു സമാധാനപരമായ പ്രവർത്തനമാണ്. But it also has excitement, adventures, rewards and disappointments. എന്നാൽ ആ പ്രവർത്തനത്തിൽ ആവേശവും സാഹസികതകളും പ്രതിഫലങ്ങളും നിരാശകളുമുണ്ട്. B. Is there any difference between what we read in books about birds and their real life? പക്ഷികളെക്കുറിച്ച് നാം പുസ്തകങ്ങളിൽ വായിക്കുന്നതും അവയുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എക്സ്പ്ലെയിൻ. വിശദീകരിക്കുക. ആൻസർ. യെസ്. സലീം അലി സേസ് ദാറ്റ് ഹി നോട്ടീസ്ഡ് ബേർഡ്സ് ഡൂയിങ് അൺയൂഷ്വൽ തിങ്സ്. പക്ഷികൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നത് താനെ ശ്രദ്ധിച്ചുവെന്ന് സലീം അലി പറയുന്നു. Their real life behavior did not always match what was written in textbooks. അവയുടെ യഥാർത്ഥ ജീവിതത്തിലെ പെരുമാറ്റം എല്ലായ്പ്പോഴും പാഠപുസ്തകങ്ങളിൽ എഴുതിയതുമായി യോജിച്ചിരുന്നില്ല. C. On what occasion can elephants be dangerous? ഏത് സന്ദർഭത്തിലാണ് ആനകൾ അപകടകാരികളാകാൻ സാധ്യതയുള്ളത്? Why? എന്തുകൊണ്ട്? Answer. Elephants can be dangerous when they are rogues. ആനകൾ മതമിളകിയവരാകുമ്പോൾ അപകടകാരികളാകാം. They can also be dangerous when a female has a small calf. ഒരു പിടിയാനയ്ക്ക് ചെറിയ കുട്ടിയുണ്ടെങ്കിലും അവ അപകടകാരികളാകാം. D. What was the impact of the construction of the Parambikulam Dam? പറമ്പിക്കുളം അണക്കെട്ടിന്റെ നിർമ്മാണത്തിന്റെ അനന്തരഫലമെന്താണ്? ആൻസർ. The dam and reservoir completely submerged Parambikulam. അണക്കെട്ടും സംഭരണിയും പറമ്പിക്കുളത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കി. It also submerged all the lovely country around it. അതിന്റെ ചുറ്റുമുള്ള മനോഹരമായ പ്രദേശങ്ങളെയും അത് വെള്ളത്തിനടിയിലാക്കി. E. What was the sight the forest guard pointed to? വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ച കാഴ്ച എന്തായിരുന്നു? ആൻസർ. He pointed to the head of a tusker. അയാൾ ഒരു കൊമ്പനാനയുടെ തലയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. The tusker was walking towards them on the same narrow path. ആ കൊമ്പനാന അതേ ഇടുങ്ങിയ പാതയിലൂടെ അവർക്ക് നേരെ നടന്നുവരികയായിരുന്നു. F. How did Salim Ali react when he saw the tusker? കൊമ്പനാനയെ കണ്ടപ്പോൾ സലിം അലി എങ്ങനെ പ്രതികരിച്ചു? Answer. He turned and fled as fast as he could. അയാൾ തിരിഞ്ഞ് കഴിയുന്നത്ര വേഗത്തിൽ ഓടിയകന്നു. He also signaled Omar to run. ഇട്ടി രക്ഷപ്പെടാൻ അയാൾ ഉമറിന് സൂചന നൽകുകയും ചെയ്തു. G. Do animals always attack when they encounter human beings? മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ മൃഗങ്ങൾ എപ്പോഴും ആക്രമിക്കുമോ? Explain. വിശദീകരിക്കുക. Answer. No. The tusker in this story did not attack. ഈ കഥയിലെ കൊമ്പനാന ആക്രമിച്ചില്ല. It did not even notice them and quietly moved away into the grass. അത് അവരെ ശ്രദ്ധിക്കുകപോലും ചെയ്യാതെ പതുക്കെ പുൽമേട്ടിലേക്ക് മാറിപ്പോയി. H. What made Salim Ali's hair stand on end? സലിം അലിയുടെ രോമം എഴുന്നു നിൽക്കാൻ കാരണമെന്തായിരുന്നു? Answer. Salim Ali's hair stood on end when he realized he was standing on the very edge of a steep scarp. താന് കുത്തനെയുള്ള ഒരു ചെരിവിന്റെ അരികിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാളുടെ രോമം എഴുന്നു നിന്നു. 2 inches more and he would have fallen down like the pebble. 2 ഇഞ്ച് കൂടി മാറിയിരുന്നെങ്കിൽ അയാൾ ആ ചരൽക്കല്ലുപോലെ താഴെ വീഴുമായിരുന്നു. Let's rewind. 1. Why does the author say that the birds had not read the textbooks? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ പക്ഷികൾ പാഠപുസ്തകങ്ങൾ വായിച്ചിട്ടില്ല എന്ന് പറയുന്നത്? Answer. He says this because the birds behaved in unexpected ways. അപ്രതീക്ഷിതമായ രീതിയിൽ പക്ഷികൾ പെരുമാറിയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. Their real behavior did not match what he had read in books about nesting habits. അവ കൂടുകൂട്ടുന്നതിനെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ അറിവുമായി അവയുടെ യഥാർത്ഥ പെരുമാറ്റം ഒത്തുപോയില്ല. 2. You know what happened when Salim Ali and Omar went bird watching in Parambikulam? പറമ്പിക്കുളത്ത് സലിം അലിയും ഉമറും പക്ഷിനിരീക്ഷണത്തിന് പോയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. Why do people engage in such adventurous but challenging activities? എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും സാഹസികവും എന്നാൽ വെല്ലുവിളി നിറഞ്ഞതുമായ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നത്? Answer. People engage in such activities because they enjoy discovering new things. പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. They also feel excitement and pleasure when they explore nature, even if it is risky.
അപകടകരമാണെങ്കിൽ പോലും അവർ പ്രകൃതിയെ അനുഭവിച്ചറിയാന് യാത്ര ചെയ്യുമ്പോൾ ആവേശവും സന്തോഷവും അനുഭവിക്കുന്നു. 3. The sight of the yellow napped യുഹിന enthralled Salim Ali that he forgot his surroundings. യെല്ലോ നെയ്ബ്ഡ് യുഹിനയെ കണ്ടപ്പോൾ സലിം അലി പരിസരം മറന്നുപോകുമാറ് ആകൃഷ്ടനായി. Narrate the incident. ആ സംഭവം വിവരിക്കുക. Answer. Along a narrow Himalayan trail, Salim Ali saw a yellow napped യുഹിന on a bush and looked at it through his field glasses. ഇടുങ്ങിയ ഒരു ഹിമാലയൻ പാതയിലൂടെ പോകുമ്പോൾ സലിം അലി ഒരു കുറ്റിക്കാട്ടിൽ യെല്ലോ നെയ്ബ്ഡ് യുഹിനയെ കാണുകയും തന്റെ ഫീൽഡ് ഗ്ലാസിലൂടെ അതിനെ നോക്കുകയും ചെയ്തു. The bird moved a little higher, so he stepped back to see it better. പക്ഷി അല്പം മുകളിലേക്ക് മാറിയപ്പോൾ അതിനെ നന്നായി കാണാൻ അയാൾ പിന്നോട്ട് ചുവടുവെച്ചു. He was so focused on the bird that he forgot he was standing on a dangerous edge. പക്ഷിയിൽ അത്രയധികം ശ്രദ്ധിച്ചിരുന്നതിനാൽ താൻ അപകടകരമായ ഒരറ്റത്താണ് നിൽക്കുന്നതെന്ന കാര്യം അയാൾ മറന്നുപോയി. A pebble slipped under his heel, and when he looked back, he realized he was very close to falling off the steep cliff. അയാളുടെ മടമ്പിനു താഴെനിന്നും ഒരു ചരൽക്കല്ല് വഴുതിപ്പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കുത്തനെയുള്ള ആ മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് പതിക്കാന് മാത്രം അറ്റത്താണ് താനുള്ളതെന്ന് അയാൾക്ക് മനസ്സിലായി. Let's recall and recreate. നമുക്ക് ഓർമ്മിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യാം. 1. The forest guard cautions Salim Ali and Omar of the possible dangers of exploring Parambiക്കുളം and also the etiquette to be followed while trekking in a forest. പറമ്പിക്കുളത്ത് പര്യവേക്ഷണ യാത്ര ചെയ്യുന്നതിലെ അപകടസാധ്യതകളെക്കുറിച്ചും വനത്തിൽ ട്രെക്കിംഗ് നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഫോറസ്റ്റ് ഗാർഡ് സലിം അലിക്കും ഉമറിനും മുന്നറിയിപ്പ് നൽകുന്നു. Write down the instructions that he might have given them. അദ്ദേഹം അവർക്ക് നൽകിയിരിക്കാനിടയുള്ള നിർദ്ദേശങ്ങൾ എഴുതുക. Answer. Walk quietly and stay together. ശാന്തമായി നടക്കുക, ഒരുമിച്ച് നിൽക്കുക. Follow the marked path and don't wander off. അടയാളപ്പെടുത്തിയ വഴി പിന്തുടരുക, വഴി മാറിപ്പോകരുത്. Be alert for sudden animal movements. മൃഗങ്ങളുടെ പെട്ടെന്നുള്ള ചലനങ്ങളറിയാനു വേണ്ടി ജാഗ്രത പാലിക്കുക. Don't disturb birds or animals. പക്ഷികളെയും മൃഗങ്ങളെയും ശല്യപ്പെടുത്തരുത്. If you see a wild animal, move away slowly and calmly. ഒരു വന്യമൃഗത്തെ കണ്ടാൽ പതുക്കെയും ശാന്തമായും മാറിപ്പോവുക. Listen to the guide's instructions at all times. എല്ലാ സമയത്തും ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. 2. A memorial lecture is conducted to honor Induchudan, the birdman of Kerala. കേരളത്തിന്റെ പക്ഷിമനുഷ്യനായ ഇന്ദുചൂഡനെ ആദരിക്കുന്നതിനായി ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തപ്പെടുന്നു. A noted bird watcher is invited to deliver the lecture. പ്രമുഖനായ ഒരു പക്ഷി നിരീക്ഷകനെ പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നു. Draft the speech that he is likely to deliver. അദ്ദേഹം നടത്താനിടയുള്ള പ്രസംഗം തയ്യാറാക്കുക. You may cite instances from Trills and Thrills. Trills and Thrills എന്നതിൽ നിന്നുള്ള അനുയോജ്യമായ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പ്രസംഗത്തിൽ ഉദ്ധരിക്കാം. 2 സ്പീച്ചുകൾ ഇവിടെ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് വിശദമായുള്ള പ്രസംഗമാണ്. രണ്ടാമത്തേത് ലഘുവായ ഒന്നുമാണ്. ചെറിയ പ്രസംഗത്തിന് രണ്ടാമത്തേത് എടുക്കുക. Answer. Speech. Respected teachers, students, and dear friends. Today, we have gathered to honor Induchudan, the birdman of Kerala. കേരളത്തിന്റെ പക്ഷിമനുഷ്യനായ ഇന്ദുചൂഡനെ ആദരിക്കുന്നതിനാണ് ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. He was a person who loved birds deeply and spent his life learning about them and protecting them. അദ്ദേഹം പക്ഷികളെ അഗാധമായി സ്നേഹിക്കുകയും അവയെക്കുറിച്ച് പഠിക്കാനും അവയെ സംരക്ഷിക്കാനും വേണ്ടി ജീവിതം ചിലവഴിക്കുകയും ചെയ്ത വ്യക്തിയാണ്. His work continues to inspire all birdwatchers in our country. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ എല്ലാ പക്ഷിനിരീക്ഷകർക്കും ഇന്നും പ്രചോദനമാണ്. Bird watching is not just a hobby. പക്ഷിനിരീക്ഷണം ഒരു ഹോബി മാത്രമല്ല. It is a way of connecting with nature. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണ്. It teaches us patience, kindness and respect for all living beings. ഇത് നമ്മെ ക്ഷമയും ദയയും എല്ലാ ജീവജാലങ്ങളോടുമുള്ള ആദരവും പഠിപ്പിക്കുന്നു. Many great birdwatchers, like Dr. Salim Ali, have shown us how exciting and meaningful this activity can be. ഡോക്ടർ സലിം അലിയെപ്പോലുള്ള നിരവധി മഹത്തായ പക്ഷിനിരീക്ഷകർ ഈ പ്രവർത്തനം എത്രത്തോളം ആവേശകരവും അർത്ഥവത്തുമാണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. In Trills and Thrills, Dr. Salim Ali shares several experiences from his life. Trills and Thrills ൽ ഡോക്ടർ സലിം അലി തന്റെ ജീവിതത്തിലെ നിരവധി അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. Some of them are peaceful and some are filled with adventure. അവയിൽ ചിലത് സമാധാനപരവും ചിലത് സാഹസികത നിറഞ്ഞതുമാണ്. For example, he talks about watching nesting birds from a hide and discovering that their behavior was different from what books had taught him.
ഉദാഹരണത്തിന്, കൂടുകൂട്ടുന്ന പക്ഷികളെ ഒരു ഒളിയിടത്തിൽ നിന്ന് നിരീക്ഷിക്കുകയും അവയുടെ പെരുമാറ്റം പുസ്തകങ്ങളിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. This shows us that nature always has something new to teach. പ്രകൃതിക്ക് നമ്മെ പഠിപ്പിക്കാൻ എപ്പോഴും എന്തെങ്കിലും പുതിയതുണ്ടാവുമെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. He also shares thrilling moments, like the day he and Omar came face to face with the tusker in Parambikulam. പറമ്പിക്കുളത്ത് വെച്ച് അദ്ദേഹവും ഉമറും ഒരു കൊമ്പനാനയുമായി മുഖാമുഖം കണ്ടതുപോലുള്ള ആവേശകരമായ നിമിഷങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നു. Both of them had to run for safety. ഇരുവരും രക്ഷയ്ക്കായി ഓടേണ്ടിവന്നു. Another time, he was so focused on watching a yellow naped hyena that he almost stepped off a steep cliff. മറ്റൊരിക്കൽ അദ്ദേഹം യെല്ലോ നെയ്ബ്ഡ് യുഹിനയെ നിരീക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നതിനാൽ ഒരു കുത്തനെയുള്ള മലഞ്ചെരുവിൽ നിന്ന് വീഴാറായ അവസ്ഥയുണ്ടായി. These experiences remind us that nature is beautiful, but we must always be careful, respectful, and alert while exploring it. ഈ അനുഭവങ്ങളെല്ലാം പ്രകൃതി മനോഹരമാണെങ്കിലും അത് പര്യവേക്ഷണം ചെയ്യുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധയും ആദരവും ജാഗ്രതയും ഉള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ദുചൂഡൻ also had the same passion and dedication. ഇന്ദുചൂഡനും ഇതേ അഭിനിവേശവും അർപ്പണബോധവും ഉണ്ടായിരുന്നു. He studied birds with great patience and helped others understand their importance. അദ്ദേഹം അങ്ങേയറ്റം ക്ഷമയോടെ പക്ഷികളെക്കുറിച്ച് പഠിക്കുകയും അവയുടെ പ്രാധാന്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. He reminded us that protecting birds means protecting our environment. പക്ഷികളെ സംരക്ഷിക്കുക എന്നാൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. As we remember him today, let us promise to care for nature in small but meaningful ways by watching birds responsibly, keeping our surroundings clean, and spreading awareness about conservation. ഇന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ ഉത്തരവാദിത്തത്തോടെ പക്ഷികളെ നിരീക്ഷിച്ചും നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിച്ചും സംരക്ഷണത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിച്ചും ചെറുതും എന്നാൽ അർത്ഥവത്തമായ രീതിയിൽ പ്രകൃതിയെ പരിപാലിക്കാമെന്ന് നമുക്ക് വാക്ക് നൽകാം. Bird watching is not only about seeing birds, but also about loving and protecting the world they live in. പക്ഷിനിരീക്ഷണം പക്ഷികളെ കാണുന്നത് മാത്രമല്ല, അവ ജീവിക്കുന്ന ലോകത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതും കൂടിയാണ്. Thank you. ഇനി ഇതേ പ്രസംഗം എങ്ങനെ ചുരുക്കിയെഴുതാമെന്ന് നോക്കാം. Respected teachers and friends, today we remember Induchudan, the birdman of Kerala, whose love for birds inspired many people. പക്ഷികളെ സ്നേഹിക്കാനായി അനേകം പേരെ പ്രചോദിപ്പിച്ച കേരളത്തിന്റെ പക്ഷിമനുഷ്യനായ ഇന്ദുചൂഡനെ ഇന്ന് നാം സ്മരിക്കുകയാണ്. Bird watching is a wonderful way to enjoy nature, and great bird watchers like Dr. Salim Ali have shown us how exciting it can be. പ്രകൃതിയാസ്വാദനത്തിനുള്ള അത്ഭുതകരമായ ഒരു മാർഗമാണ് പക്ഷിനിരീക്ഷണം. ഡോക്ടർ സലിം അലിയെപ്പോലുള്ള മഹത്തായ പക്ഷിനിരീക്ഷകർ ഇത് എത്രത്തോളം ആവേശകരമാണെന്ന് നമുക്ക് കാണിച്ചുതന്നിട്ടുണ്ട്. In Trills and Thrills, Dr. Salim Ali shares moments from his life, like watching birds behave differently from what books say, facing a tusker in Parambikulam, and almost stepping off a cliff while observing a tiny bird. Trills and Thrills il ഡോക്ടർ സലിം അലി തന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ പങ്കുവെക്കുന്നു. പുസ്തകങ്ങളിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷികൾ പെരുമാറുന്നത് കണ്ടതും, പറമ്പിക്കുളത്ത് ഒരു കൊമ്പനാനയെ നേരിട്ടതും, ഒരു ചെറിയ പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ ഒരു മലഞ്ചെരുവിൽ നിന്ന് വീഴാൻ പോയതുമെല്ലാം അതിലുൾപ്പെടുന്നു. These incidents show that birdwatching brings both joy and adventure. ഈ സംഭവങ്ങൾ പക്ഷിനിരീക്ഷണം സന്തോഷവും സാഹസികതയും നൽകുന്നുവെന്ന് കാണിക്കുന്നു. Induchudan also observed birds with the same passion and dedication. ഇന്ദുചൂഡനും ഇതേ അഭിനിവേശത്തോടും അർപ്പണബോധത്തോടും കൂടി പക്ഷികളെ നിരീക്ഷിച്ചു. He taught us to respect nature and protect our environment. പ്രകൃതിയെ ബഹുമാനിക്കാനും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. Let us honor him by watching birds responsibly and caring for our natural world. ഉത്തരവാദിത്തത്തോടെ പക്ഷികളെ നിരീക്ഷിച്ചും നമ്മുടെ പ്രകൃതിയെ പരിപാലിച്ചും നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം. Thank you. 3. Read the observation diary of an ornithologist to record details of birdwatching. പക്ഷിനിരീക്ഷണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഒരു ഓർണിത്തോളജിസ്റ്റിന്റെ നിരീക്ഷണ ഡയറി വായിക്കുക. Study the sample diary given on page number 136. 136 പേജിൽ നൽകിയിട്ടുള്ള മാതൃക ഡയറി വായിച്ചു മനസ്സിലാക്കുക. Now, write down the features of a birdwatcher's diary in the box given. ശേഷം ഇവിടെ നൽകിയിട്ടുള്ള ബോക്സിൽ ഒരു പക്ഷിനിരീക്ഷകന്റെ ഡയറിയുടെ സവിശേഷതകളെന്തെല്ലാമാണെന്നെഴുതുക. ഫീച്ചർ ഐഡന്റിഫൈഡ്, തിരിച്ചറിഞ്ഞ സവിശേഷത, എവിഡൻസ് ഇൻ ദ സാമ്പിൾ ഡയറി, മാതൃകാ ഡയറിയിലെ തെളിവ്,
ഡേറ്റ് ആൻഡ് ടൈം തീയതിയും സമയവും 24 December 1983 3:50 p.m. വെദർ സ്കൈ കണ്ടീഷൻ കാലാവസ്ഥ ആകാശത്തിന്റെ അവസ്ഥ സ്കൈ ഓവർകാസ്റ്റ് സ്ലൈറ്റ് ഡ്രിസിൽ ആകാശം മേഘാവൃതമാണ് നേരിയ മഴ. സൈസ് ഓഫ് ദ ബേർഡ് പക്ഷിയുടെ വലുപ്പം സിമിലർ ടു പാലഡ് ഹാരിയർ പാലിഡ് ഹാരിയറിന് സമാനമായ വലുപ്പം. സ്പീഷീസ് ഓഫ് ദ ബേർഡ് സൈറ്റഡ് കണ്ട പക്ഷിയുടെ വർഗം പൈഡ് ഹാരിയർ പൈഡ് ഹാരിയർ. ദ ലൊക്കേഷൻ വേർ ദ ബേർഡ് വാസ് സൈറ്റഡ് പക്ഷിയെ കണ്ട സ്ഥലം. ഓവർ ദ പാഡി ഫീൽഡ്സ് വാട്ടർ ഹയസന്ത് നിയർ ദ ലേക്ക് മിലിറ്ററി ഡെയറി ഫാം. ഗ്രാസി മെഡോ പാടങ്ങൾക്ക് മുകളിൽ തടാകത്തിനടുത്തുള്ള കുളവാഴ മിലിറ്ററി ഡയറി ഫാം പുൽമേട്. ഫീച്ചേഴ്സ് ഓഫ് ദ ബേർഡ് അപ്പിയറൻസ് മൂവ്മെന്റ്സ് കോൾസ് ഫീഡിംഗ് നെസ്റ്റിംഗ്. പക്ഷിയുടെ സവിശേഷതകൾ രൂപം ചലനങ്ങൾ വിളികൾ തീറ്റ കൂടുകെട്ടൽ തുടങ്ങിയവ. Came flying over fields, sailed over water hyacinth, flew towards farm, lifted high into the sky, പാടങ്ങൾക്ക് മുകളിലൂടെ പറന്നുവന്നു, കുളവാഴക്ക് മുകളിലൂടെ നീങ്ങി, ഫാമിലേക്ക് പറന്നു, ആകാശത്തേക്കുയർന്നു. റെഫറൻസ് ടു അതർ ബേർഡ്സ്, മറ്റു പക്ഷികളെക്കുറിച്ചുള്ള പരാമർശം. മാസ് ഹാരിയർ ആൻഡ് കാറ്റൽ ഈഗ്രറ്റ്, മാഷ് ഹാരിയർ. കാറ്റിൽ എഗ്രറ്റ് വി. You visit Parambiculam Tiger Reserve and spot the broad-tailed grass wobbler. Write a birdwatcher's diary. നിങ്ങൾ പറമ്പിക്കുളം കടുവാ സങ്കേതം സന്ദർശിക്കുകയും അവിടെ ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വാർബ്ലറെ കാണുകയും ചെയ്യുന്നു. ഒരു പക്ഷി നിരീക്ഷകന്റെ ഡയറി തയ്യാറാക്കുക. ഡേറ്റ് 12 November 2025. ടൈം 7 AM. വെദർ കാലാവസ്ഥ കൂൾ മോർണിംഗ് ലൈറ്റ് മിസ്റ്റ് ഓവർ ദ ഗ്രാസ് ലാൻഡ് തണുത്ത പ്രഭാതം പുൽമേട്ടിൽ നേരിയ മൂടൽമഞ്ഞ്. സൈസ് ഓഫ് ദ ബേർഡ് പക്ഷിയുടെ വലുപ്പം വെരി സ്മോൾ ടിപ്പിക്കൽ വോബ്ലർ സൈസ് വളരെ ചെറുത് സാധാരണ വാർബ്ലറിന്റെ വലുപ്പം. സ്പീഷീസ് സൈറ്റഡ് കണ്ട വർഗം ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വോബ്ലർ ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വാർബ്ലർ. ലൊക്കേഷൻ സ്ഥലം ടോൾ ഗ്രാസ്ലാൻഡ് പാച്ച് ഇൻസൈഡ് പറമ്പിക്കുളം ടൈഗർ റിസർവ് നിയർ എ നാരോ ഫോറസ്റ്റ് ട്രെയിൽ. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിനുള്ളിലെ ഇടുങ്ങിയ വനപാതയ്ക്കടുത്തുള്ള ഉയരം കൂടിയ പുൽമേട്. ഒബ്സർവേഷൻ നിരീക്ഷണം ഐ സ്പോട്ടഡ് ദ ബേർഡ് പെർച്ച്ഡ് ഓൺ എ ടോൾ ഗ്രാസ് സ്റ്റെം. ഉയരം കൂടിയ ഒരു പുല്ലിന്റെ തണ്ടിൽ പക്ഷിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഇറ്റ് വാസ് റെസ്റ്റ്ലെസ് ആൻഡ് ക്യാപ്റ്റ് ഫ്ലിക്കിംഗ് ഇറ്റ്സ് ടെയിൽ. അത് അസ്വസ്ഥമായിരുന്നു ഇടയ്ക്കിടെ അതിന്റെ വാൽ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ദ ബേർഡ് മേഡ് ഷോർട്ട് ക്വിക്ക് ഫ്ലൈറ്റ്സ് ഫ്രം വൺ ഗ്രാസ് ബ്ലേഡ് ടു അനദർ. ഒരു പുൽക്കൊടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പക്ഷി ചെറുതും വേഗത്തിലുള്ളതുമായ പറക്കലുകൾ നടത്തി. ഇറ്റ്സ് സോഫ്റ്റ് തിൻ കോൾ കുഡ് ബി ഹേർഡ് ഫ്രം ഇൻസൈഡ് ദ ഗ്രാസ്. അതിന്റെ നേർത്ത മൃദുലമായ ശബ്ദം പുല്ലിനുള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഇറ്റ് ഡിസപ്പിയർഡ് ഡീപ്പർ ഇൻ ടു ദ ടോൾ ഗ്രാസ്. കുറച്ച് നിമിഷങ്ങൾക്കുശേഷം അത് ഉയരമുള്ള പുല്ലുകൾക്കുള്ളിലേക്ക് അപ്രത്യക്ഷമായി. റെഫറൻസ് ടു അതർ ബേർഡ്സ് മറ്റ് പക്ഷികളെക്കുറിച്ചുള്ള പരാമർശം. എ പെയർ ഓഫ് കാറ്റൽ ഈഗ്രറ്റ്സ് വാസ് ഫോറേജിംഗ് നിയർ ബൈ ആൻഡ് ഐ ഓൾസോ ഹേർഡ് ദ കോൾ ഓഫ് എ ജംഗിൾ ഫൗൾ ഫ്രം ദ ഡിസ്റ്റൻസ്. ഒരു ജോഡി കാറ്റിൽ എഗ്രറ്റുകൾ അടുത്ത് തീറ്റ തേടുന്നുണ്ടായിരുന്നു. കൂടാതെ ദൂരെ നിന്ന് ഒരു കാട്ടുകോഴിയുടെ ശബ്ദവും കേൾക്കുകയുണ്ടായി. ഓ യു ഹാവ് ലേൺ ടു ക്രിയേറ്റ് എ വെബ് പേജ് ഇൻ ക്ലാസ് 9. നിങ്ങൾ 9ാം ക്ലാസ്സിൽ വെച്ച് വെബ് പേജ് നിർമ്മിക്കാൻ പഠിച്ചിട്ടുണ്ട്. നൗ ഡെവലപ്പ് ദ കോണ്ടന്റ് ഓഫ് എ വെബ് പേജ് ഓൺ ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഓഫ് യുവർ വില്ലേജ് ടൗൺ സിറ്റി ഹൈലൈറ്റിംഗ് ദ വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇൻ ദി ഏരിയ. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലോ നഗരത്തിലോ ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ട ഉള്ളടക്കം വികസിപ്പിക്കുക. ആ പ്രദേശത്തെ പക്ഷികളുടെ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകുക. യു മേ ഓൾസോ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ടു. ദേശാടന പക്ഷികളുടെ വിശദാംശങ്ങളും നിങ്ങൾക്കുൾപ്പെടുത്താം. കോഴിക്കോട് എ ഹേവൻ ഫോർ നേച്ചർ ആൻഡ് ബേർഡ്സ്. കോഴിക്കോട് പ്രകൃതിയുടെയും പക്ഷികളുടെയും സങ്കേതം. കോഴിക്കോട് is one of Kerala's most attractive tourist spots, known for its calm beaches, green hills and friendly culture. ശാന്തമായ കടൽത്തീരങ്ങൾ, പച്ചപ്പുള്ള കുന്നുകൾ, സൗഹൃദപരമായ സംസ്കാരം എന്നിവയ്ക്ക് പേരുകേട്ട കേരളത്തിലെ ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. മേജർ അട്രാക്ഷൻസ്. പ്രധാന ആകർഷണങ്ങൾ. കോഴിക്കോട് ബീച്ച് ബ്യൂട്ടിഫുൾ സൺസെറ്റ്സ് ആൻഡ് കോസ്റ്റൽ ബേർഡ്സ്. മനോഹരമായ സൂര്യാസ്തമയങ്ങളും തീരദേശ പക്ഷികളും. കടലൂണ്ടി ബേർഡ് സാങ്ച്വറി ഹോം ടു മോർ ദൻ 100 ഓഫ് ബേർഡ്സ്. 100ലധികം ഇനം പക്ഷികളുടെ ആവാസകേന്ദ്രം. തുഷാരഗിരി വാട്ടർഫാൾസ് ഹിൽസ് ഫോറസ്റ്റ്സ് ആൻഡ് മെനി കളർഫുൾ ബേർഡ്സ്. കുന്നുകൾ വനങ്ങൾ നിരവധി വർണ്ണാഭമായ പക്ഷികൾ. ബേപ്പോ ഹിസ്റ്റോറിക് പോർട്ട് ആൻഡ് ഡോൾഫിൻ സൈറ്റിംഗ്സ്. ചരിത്രപരമായ തുറമുഖവും ഡോൾഫിൻ കാഴ്ചകളും. ബേർഡ് ലൈഫ് ഓഫ് കോഴിക്കോട്. കോഴിക്കോട് ഇസ് റിച്ച് ഇൻ ബേർഡ് ഡൈവേഴ്സിറ്റി. പക്ഷി വൈവിധ്യത്തിൽ കോഴിക്കോട് സമ്പന്നമാണ്. കോമൺ ബേർഡ്സ് കിങ്ഫിഷേഴ്സ് ബ്രാഹ്മണി കൈറ്റ്സ് ഹെറൻസ് ഈഗ്രറ്റ്സ്. സാധാരണ പക്ഷികൾ മീൻകുത്തിപ്പക്ഷികൾ.
ബ്രാഹ്മണികൈറ്റുകൾ, ഹെറോണുകൾ, എഗ്രറ്റുകൾ. മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടനപ്പക്ഷികൾ, സാൻഡ്പൈപ്പേഴ്സ്, ടെർൻസ്, ഗൾസ് ആൻഡ് പസഫിക് ഗോൾഡൻ പ്ലവേഴ്സ് വിസിറ്റ് ഡ്യൂറിംഗ് വിന്റർ. ഈ പക്ഷികള് തണുപ്പുകാലത്ത് സന്ദർശിക്കുന്നു. വൈ വിസിറ്റ്? നിങ്ങളിവിടം എന്തിനു സന്ദർശിക്കണം? കോഴിക്കോട് ഓഫേഴ്സ് പീസ്ഫുൾ നേച്ചർ, എക്സൈറ്റിംഗ് ബേർഡ് വാച്ചിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, മേക്കിംഗ് ഇറ്റ് എ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ടൂറിസ്റ്റ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ്. കോഴിക്കോട് ശാന്തമായ പ്രകൃതിയും ആവേശകരമായ പക്ഷിനിരീക്ഷണവും മനോഹരമായ ഭൂപ്രകൃതികളും വാഗ്ദാനം ചെയ്യുന്നു. ഇത് വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ മികച്ച ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു. മറ്റൊന്ന് കൂടി നൽകാം. തിരുവനന്തപുരം, എ പാരഡൈസ് ഫോർ നേച്ചർ ആൻഡ് ബേർഡ്സ്. തിരുവനന്തപുരം പ്രകൃതിയുടെയും പക്ഷികളുടെയും പറുദീസ. വെൽക്കം ടു തിരുവനന്തപുരം. തിരുവനന്തപുരം ബ്ലെൻഡ്സ് ബീച്ചസ്, ലേക്സ്, ഹിൽസ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. കടൽ തീരങ്ങൾ, തടാകങ്ങൾ, കുന്നുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവ തിരുവനന്തപുരത്ത് ഒത്തുചേരുന്നു. മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങൾ. കോവലം ബീച്ച്, വേൾഡ് ഫേമസ് ബീച്ച്, ലോകപ്രശസ്തമായ കടൽത്തീരം. വേലി ടൂറിസ്റ്റ് വില്ലേജ്, ബോട്ടിംഗ് ആൻഡ് പിക്നിക് സ്പോട്ട്, ബോട്ടിംഗിനും പിക്നിക്കിനുമുള്ള സ്ഥലം. നെയ്യർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സഫാരി ആൻഡ് നേച്ചർ വാക്സ്, പ്രകൃതി നടത്തങ്ങളും. അക്കുലം ലേക്ക്, പീസ്ഫുൾ ലേക്ക് വിത്ത് ബേർഡ് ലൈഫ്. ആക്കുളം തടാകം, പക്ഷിസമ്പന്നമായ ശാന്തമായ തടാകം. ബേർഡ് ലൈഫ്. പോപ്പുലർ ബേർഡ്സ് ഇൻക്ലൂഡ് കോമറൻസ്, ഡ്രോങ്കോസ്, ബുൾബുൾസ് ആൻഡ് ഈഗ്രറ്റ്സ്. പ്രശസ്തമായ പക്ഷികളിൽ കോർമോറന്റുകൾ, ഡ്രോങ്കോകൾ, ബുൾബുള്ളുകൾ, എഗ്രറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇൻ വിന്റർ, മൈഗ്രേറ്ററി ബേർഡ്സ് ലൈക്ക് പിൻടെയിൽ ഡക്സ്, ഗാഗേനീസ് ആൻഡ് കൂട്സ് വിസിറ്റ് വേലി ആൻഡ് അക്കുലം. തണുപ്പുകാലത്ത് പിൻടെയിൽ താറാവുകൾ, ഗാർഗനിസ്, കൂട്ട്സ് തുടങ്ങിയ ദേശാടനപ്പക്ഷികൾ വേളിയും ആക്കുളവും സന്ദർശിക്കുന്നു. 5. Read the information on the Thattekad Bird Sanctuary given below. 137 പേജിൽ നൽകിയിട്ടുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വായിക്കുക. Identify other bird sanctuaries in Kerala. Study the variety of birds that live there and the details of migratory birds too. കേരളത്തിലെ മറ്റു പക്ഷിസങ്കേതങ്ങൾ ഏതെല്ലാമാണ് കണ്ടെത്തുക. അവിടെയുള്ള പക്ഷികളുടെ വൈവിധ്യത്തെക്കുറിച്ചും ദേശാടനപ്പക്ഷികളുടെ വിശദാംശങ്ങളെക്കുറിച്ചും പഠിക്കുക. Prepare a write-up on the bird wealth of the state and the need to conserve it. സംസ്ഥാനത്തെ പക്ഷിസമ്പത്തിനെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിലെ മറ്റ് പക്ഷിസങ്കേതങ്ങളും അവിടെയുള്ള പക്ഷികളുടെ വൈവിധ്യത്തെക്കുറിച്ചും ദേശാടനപ്പക്ഷികളുടെ വിശദാംശങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളടങ്ങിയ ടേബിള് ഇവിടെ നൽകുന്നു. ഈ പട്ടിക നോക്കി നിങ്ങൾക്കെഴുതിയെടുക്കാം. ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള, ബേർഡ് വെൽത്ത് ആൻഡ് കൺസർവേഷൻ. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ, പക്ഷിസമ്പത്തും സംരക്ഷണവും. കേരള is rich in biodiversity and has many bird sanctuaries that protect both native and migratory birds. ജൈവവൈവിധ്യത്തിൽ സമ്പന്നമായ കേരളത്തിൽ തദ്ദേശീയവും ദേശാടനക്കാരുമായ പക്ഷികളെ സംരക്ഷിക്കുന്ന നിരവധി പക്ഷിസങ്കേതങ്ങളുണ്ട്. The Thattekad Bird Sanctuary, also known as Salim Ali Bird Sanctuary, is the best example, with more than 300 species including the Sri Lanka frogmoth, racket-tailed drongo, Malabar grey hornbill, and white-bellied tree. ശ്രീലങ്കൻ ഫ്രോഗ്മൗത്ത്, റാക്കറ്റ്-ടെയിൽഡ് ഡ്രോങ്കോ, മലബാർ ഗ്രേ ഹോൺബിൽ, വൈറ്റ് ബെല്ലീഡ് ട്രീപൈ എന്നിവയുൾപ്പെടെ 300-ലധികം ഇനം പക്ഷികളുള്ള സലിം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. Other sanctuaries like Kumarakom Bird Sanctuary, Kadalundi Bird Sanctuary, and Mangalavanam Bird Sanctuary also support a large number of birds. കുമരകം പക്ഷിസങ്കേതം, കടലുണ്ടി പക്ഷിസങ്കേതം, മംഗളവനം പക്ഷിസങ്കേതം തുടങ്ങിയ മറ്റ് സങ്കേതങ്ങളും അനേകം പക്ഷികൾക്ക് ആശ്രയമാണ്. Many migratory birds, such as pintail ducks, coots, terns, sandpipers, gaggenis, and herons, visit Kerala during winter. പിൻടെയിൽ താറാവുകൾ, കൂട്ട്സ്, ടേണുകൾ, സാൻഡ്പൈപ്പേഴ്സ്, ഗാർഗനിസ്, ഹെറോണുകൾ തുടങ്ങിയ നിരവധി ദേശാടനപ്പക്ഷികൾ തണുപ്പുകാലത്ത് കേരളം സന്ദർശിക്കുന്നു. These birds travel thousands of kilometers to rest and feed in the wetlands and mangrove areas of the state. ഈ പക്ഷികൾ വിശ്രമിക്കാനും സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളിലും കണ്ടൽക്കാടുകളിലും ഭക്ഷണം തേടാനും വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യുന്നു. Kerala's bird wealth is an important part of its natural heritage. കേരളത്തിന്റെ പക്ഷിസമ്പത്ത് അതിന്റെ പ്രകൃതിദത്ത പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. Birds help maintain ecological balance by controlling insects, spreading seeds, and supporting healthy ecosystems. കീടങ്ങളെ നിയന്ത്രിച്ചും വിത്തുകൾ വിതറിയും ആരോഗ്യകരമായ ആവാസവ്യവസ്ഥകളെ പിന്തുണച്ചും പക്ഷികൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. However, habitat loss,
pollution, and climate change threaten many bird species. എങ്കിലും ആവാസവ്യവസ്ഥയുടെ നഷ്ടം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പല പക്ഷിവർഗങ്ങൾക്കും ഭീഷണിയാണ്. Therefore, it is important to protect forests, wetlands, and mangrove areas, and to create awareness about the value of birds. അതുകൊണ്ട് വനങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും സംരക്ഷിക്കേണ്ടതും പക്ഷികളുടെ മൂല്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കേണ്ടതും പ്രധാനമാണ്. സേവിംഗ് ബേർഡ്സ് മീൻസ് സേവിംഗ് നേച്ചർ. പക്ഷികളെ രക്ഷിക്കുക എന്നാൽ പ്രകൃതിയെ രക്ഷിക്കുക എന്നാണർത്ഥമാക്കുന്നത്. Conserving bird habitats will ensure that future generations can enjoy the rich bird life of Kerala. പക്ഷികളുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുന്നതുവഴി കേരളത്തിന്റെ സമ്പന്നമായ പക്ഷിജീവിതം ഭാവി തലമുറകൾക്ക് ആസ്വദിക്കാനുള്ള അവസരം ഉറപ്പാക്കാനും കഴിയും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.